ഓ അവന്റെ ഒരു വലിയ ഇരിപ്പ് കണ്ടില്ലേ. നമ്മുടെ കേസ് എന്നാണാവോ ഫയലിൽ ചേർക്ക? അല്ല, ധൃതിയൊന്നുമില്ല, ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞ. നമുക്കൊന്ന് ചുമ്മാ കറങ്ങി അടിക്കാം. നീ അത്രയ്ക്ക് ശീലാവധിയാണീ. ഇത് നിനക്കും കൂടെ ഉള്ളതാണെന്ന് വിചാരിച്ചു? വാലാട്ടിപ്പട്ടികളെ. നീ എന്താണ് നെപ്പോളിനെ കൂട്ടിരിക്കുന്നത്? കളയടാ, അവളല്ലെങ്കിൽ മറ്റൊരുത്തി. വർഗീസേ, ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവടാ. ഓ, ഇതിലൊരു പുതുമ എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അവളുടെ കൈ നല്ല തഴമ്പുണ്ട്. എന്നെ ധിക്കരിച്ചൊരുത്തിയും എന്നോട് മാപ്പ് പറയാതിരുന്നിട്ടില്ല. അളയാ, നിനക്ക് അവളെ വേണോ? കണ്ണ് മൂടി തുറക്കുന്നതിനകം നിനക്ക് ഞാൻ അവളെ കൊണ്ടുവന്നു തരാം. അവളായിട്ട് തന്നെ വരും. ഇതിന്റെ പ്രതികാരം ഞാൻ അവളോട് ചെയ്തില്ലെങ്കിൽ. വെരി ഗുഡ്. സരിത, സരിത ഒന്ന് നിൽക്കൂ. ഇതൊരു ശല്യമായല്ലോ. തനിക്ക് എന്താ വേണ്ടത്? എനിക്കല്പം സംസാരിക്കാനുണ്ട്. വീട്ടിലെ അമ്മയില്ലേ? ഞാൻ പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട. സരിത, നീ എന്നെ മനസ്സിലാക്കാത്തോണ്ടാ. നോക്ക്, ഈ നാട്ടിൽ ആണുങ്ങളൊക്കെ ഉണ്ട്. വെറുതെ തടി കടക്കണ്ട. സരിത, എന്നെ വിശ്വസിക്കൂ. മറ്റുള്ള പെൺകുട്ടികളെ കാണുന്ന പോലല്ല ഞാൻ സരിതയെ കാണുന്നത്. എനിക്ക് പറയാനുള്ളത് ദയവായി ഒന്ന് കേൾക്കൂ. തനിക്ക് ഭ്രാന്താണ്. വീട്ടിൽ പോയി പെണ്ണ് കെട്ടി തരാൻ പറ. അളിയ വിട്ടുകളാ, മനസ്സ് അപ്സെറ്റാക്കാ. നീ വണ്ടി വിട്ടു. ആ വിട്. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പൊ പന്ത് കളിയിലാവട്ടോ. ക്ഷീണിച്ചു വെക്കുവെന്നാ തോന്നണേ. ഇങ്ങോട്ട് തന്നെ അവരുടെ വരവ്. ഇങ്ങനെ പോയാൽ കുതിരവട്ടത്ത് പോകേണ്ടി വരും. ഏതായാലും സൂക്ഷിക്കണം, അവരൊക്കെ പണക്കാരാ. കഴി വെച്ചേക്കാൻ പറ. എന്താ ഉർവശിമാനന്മാർ കളിച്ച് ക്ഷീണിച്ചേക്കുവാണ്? നമുക്കൊന്ന് കളിക്കാം. ഒന്ന് ചുമ്മാരിടാ. അറിയാ, നീ മനസ്സ് അപ്സെറ്റാക്കാ. സരിത വൈകിട്ട് ഫ്രീ ആണോ? എന്തിനാ? ലോഡ്ജിൽ പോകാനായിരിക്കും. അല്ല, അല്പം സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ. ജെയിംസ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല. അതിന് എന്നെ കിട്ടില്ല. നീ അപ്സെറ്റ് ആകാടാ. വേറെ പല നമ്പറുകളും നീ കിടക്കുവാ. വാ, ഞാൻ പറഞ്ഞുതരാം. വാടകണ്ണ. അല്ല വർഗീസ, വൈകിട്ടത്തെ പരിപാടി? ഇന്ന് മാത്രം ഞാനില്ല, വേറൊരു പരിപാടിയുണ്ട്. അപ്പൊ നീ ജെയിംസ് ജോർജ് ഇല്ലാതെ പോവല്ലേ? കൂടെ പുറപ്പെ നീ അപ്സെറ്റ് ആകാതെ നിന്നെ അറിയിക്കാതിരിക്കും ഞാൻ. വർഗീസേ, നമ്മുടെ സീതയുടെ ചാരിത്ര ശുദ്ധി നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. നമുക്കൊരു അഗ്നിപരീക്ഷണം തന്നെ നടത്തിക്കളയാം. എന്നാ ഹോമോണ്ട് നേരായിക്കോ? ആയിക്കോട്ടെ. തന്നെ ചുടാനാണോ? എടിയേ, ഇങ്ങനെ നടന്ന് അറിയാലേ ഭൂമി കുലുങ്ങും. എത്ര പറഞ്ഞിട്ട് നാണമില്ലല്ലോ, തെണ്ടികൾ. സരിത മോളെ, നിന്നെ മിന്നിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. എന്റെ ശവമായിരിക്കും താൻ എടുക്കുന്നത്. Bloody idiot. സരിതേ, സരിതേ, എന്താടോ താൻ ഈ ലോകത്തൊന്നും അല്ലേ? സോറി മാഡം, തന്നെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. മേലാൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരിങ്ങനെ ശല്യപ്പെടുത്താൻ തുടങ്ങിയാൽ ഞാൻ പിന്നെ എന്ത് വേണം? എങ്കിലും ഒരാണിന്റെ നേരെ കൈ ഉയർത്തിയത് അത്ര നന്നായില്ല. ഞാൻ പരമാവധി സഹിച്ചു സർ. സരിത ഒന്ന് മനസ്സിലാക്കണം, അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ താനൊരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് സർ ഞാൻ ഇത്രയും ക്ഷമിച്ചത്. ജെയിംസ് ജോർജിന്റെ അപ്പച്ചൻ പ്രാംപറമ്പിൽ തോമസ് ജോർജ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. അയാൾക്ക് ഇവിടെ പല സ്വാധീനങ്ങളും ഉണ്ട്. പണക്കാരുടെ മക്കൾക്ക് മാത്രം പഠിച്ചാൽ പോരല്ല സർ, ഞങ്ങൾക്കും കൂടി ഇന്ന് രക്ഷപ്പെടണ്ടേ? ഞാൻ ജെയിംസ് ജോർജിനെയും വർഗീസിനെയും വാൺ ചെയ്ത് അയച്ചിട്ടുണ്ട്. സരിത പോയിക്കോളൂ. താങ്ക് യു സർ. വർഗീസ, കപ്പ്യാറിന്റെ ഉപദേശം സ്വീകരിച്ചിട്ട് വരുന്നതായിരിക്കും. കുംഭസാരം ഏത് അതിസാരമായ നമുക്കെന്നാ. ശരിക്കും ഏറ്റു. കംപ്ലീറ്റ്ലി അപ്സെറ്റാ മനസ്സ്. ഈ ജെയിംസ് ജോർജിനെ മനസ്സ് വിചാരിച്ചോ യാതൊരു കുഴപ്പമുണ്ടാകത്തില്ല. കേട്ടു, കേട്ടിട്ടും കേട്ടില്ല എന്നൊരു ഭാവമാ. എന്റെ പൊന്നു നാളെ.
മോഹമാ മോളെ. ഏതായാലും ഇത്രയും കാത്തിരുന്നില്ലേ അമ്മേ? ഇനി സരിതയുടെ പഠിപ്പ് കഴിയുന്നത് വരെ എനിക്കൊന്നും ആലോചിക്കണ്ട. എന്നാലും നിന്റെ പ്രായത്തിലുള്ളവര് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായി കഴിയുന്നത് കാണുമ്പോ അമ്മയുടെ മനസ്സ് പെടയുക മോളെ. സാരമില്ലമ്മേ, എനിക്ക് ആ ദുഃഖമില്ല. ജീവിത അവസാനം വരെ ഈ തയ്യൽ മിഷനുമായി കഴിയേണ്ടി വന്നാലും സരിതയെ ഞാൻ ഉദ്ദേശിച്ചെടുത്ത് കൊണ്ടെത്തിക്കും. അവളൊരു വക്കീലായിട്ട് വേണം നമ്മുടെ നഷ്ടപ്പെട്ട ഭൂമിയും സ്വത്തും തിരിച്ചെടുക്കാൻ. നമ്മളെ അനാഥരാക്കിയവരോട് പകരം ചോദിക്കേ. സരിതയുടെ അമ്മയും ചേച്ചിയല്ലേ? ആ, കുഞ്ഞിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ സരിതയുടെ ക്ലാസ്മേറ്റ്. ഓ, കുഞ്ഞും വക്കീലിനാണ് പഠിക്കുന്നത്. അതെ. ആ, അവളിതുവരെ വന്നില്ല. ഇത് സരിത വരുമ്പോ കൊടുത്തേക്കണേ. എന്താ ഇത്? സരിതയുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞതാ. ഞാൻ പറ്റേ? ആ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം മോളെ. ഹലോ, പിന്നെ സുഖമാണല്ലോ. See you. ഈ സാരി എങ്ങനെയാ കീറിയത്? എങ്ങനെയാ കീറിയതെന്ന്? എന്റെ സാരി കീറിയില്ലല്ലോ. നീ കള്ളം പറയാനും തുടങ്ങിയല്ലേ? നിന്നെ ഞങ്ങൾ വക്കീലിന് പഠിപ്പിക്കുന്നതേ കള്ളം പറയാനല്ല. കള്ളം പറയുന്നവരെ കൊണ്ട് അത് പറയിപ്പിക്കാതിരിക്കാനാണ്. ചേച്ചി, പിന്നെ നമ്മുടെ രേഖയില്ലേ, രേഖ അവളുടെ കൈ എടീ, വിദ്യാഭ്യാസം കുറഞ്ഞു പോയതിന്റെ പേരിൽ വയസ്സിന് മൂത്ത് ഞാൻ നിന്റെ അനിയത്തി ആവണമെന്നില്ല. ദാ നിന്റെ ഫ്രണ്ടിന്റെ സമ്മാനം. ഫ്രണ്ട് ഏതാണെന്ന് നിനക്കറിയാമല്ലോ. അതിലും മായം കലർത്താൻ ഉദ്ദേശമുണ്ടോ? പഴയ സാരി കീറിയതിൽ വിഷമിക്കണ്ട. അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന്, സ്വന്തം ജി. അറിവ് കൂടിപ്പോയതുകൊണ്ട് നീ ഇത്രമാത്രം നശിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ചേച്ചി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട, ഇനിയും ഞങ്ങൾ വിട്ടികളാക്കരുത്. എടീ, മാനം വിറ്റ് കൈനീട്ടാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്കും എന്തൊക്കെയോ നേടാമായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള വഴി ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. നാണമില്ലല്ലോ. സരിതമോളെ, ഞാൻ തന്ന സാരി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതാ തന്റെ സാരി. എന്നാലും സരിത ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. അല്പം കടുപ്പമായി പോയി. മോളെ, ഈ ജെയിംസ് ജോർജിനെ അവൾ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും കാലം പുറകെ നടന്നതല്ലേ, ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ഒരുത്തനും തിരിഞ്ഞോക്കാത്ത വിധം ഞാൻ അവളുടെ ജീവിതം തകർക്കും. അവസാനം അവൾ എന്റെ അടുത്ത് തന്നെ വരും. ആഹാ, അത് കൊള്ളാം. അളിയനോട് കൂടിയിരിക്കായിരുന്നു. നിന്നെയും കാത്തി ഞാൻ ഇതുവരെ കവിത തിയേറ്ററിൽ വെയിറ്റ് ചെയ്യായിരുന്നു. വർഗീസേ, ഇനി അവളെ വെറുതെ വിട്ടുവിടാം. ഹാപ്പി ആയിരിക്കുന്ന ഒരു മൂഡിൽ നീ മനസ്സ് അപ്സെറ്റ് ആക്കാറാ. അവളെ പൊക്കണോ? ഇന്ന് ഞാൻ പൊക്കിക്കൊണ്ട് വരാം. ഒരു ദിവസം എന്റെ കിടപ്പറയിൽ കിടത്തിക്കൊണ്ട് മാത്രം
എനിക്ക് അവളോടുള്ള പകതയില്ല. അവൾ നശിക്കണം, ഈ നാട് വിട്ടോടണം. അതിനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. അയ്യോ കട്ടാരും വന്ന് എന്റെ കർത്താവെ, അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു സരിതയായിട്ട് ജനിപ്പിക്കണമേ. ജെയിംസ്, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ഒരിക്കലും ജയിക്കാനാവാത്ത വിധം ഞാൻ തോറ്റു. ഇന്നത്തോടെ എന്റെ പഠിത്തം അവസാനിച്ചു. തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല്. എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. തന്റെ കിടപ്പറ പങ്കിട്ട എത്രയോ പെൺകുട്ടികൾ, അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു മുഖമായിരുന്നില്ലേ സരിത? ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ അതൊരു പ്രതികാരമായി മാറി. അതിത്രയും ക്രൂരമായിട്ട് വേണമായിരുന്നു? ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റല്ലേ താൻ സരിതയോട് ചെയ്തത്? അവളുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങുമോ? തനിക്കത് ഉണക്കാൻ കഴിയുമോ? ഇന്നോളം മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടിരുന്ന തനിക്ക് ഈ അസ്വസ്ഥത എവിടെ നിന്നുണ്ടായി? ഒരുപക്ഷെ ഇതിന്റെ പ്രത്യാഘാതം സരിതയുടെ കുടുംബത്തിന്റെ തകർച്ചയായിരിക്കില്ലേ? ആ സാധു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും സരിതയിലായിരുന്നില്ലേ? സത്യത്തിൽ താൻ ജയിക്കുകയായിരുന്നു, അതോ എന്നേക്കുമായി അവളോട് തോൽക്കുകയല്ലായിരുന്നു? ജെയിംസ്, നീ ഇന്ന് കോളേജിൽ പോയില്ലെന്ന് നിന്റെ അമ്മച്ചി പറഞ്ഞു. നീ പോകാത്തതിന്റെ കാരണം ഞാൻ അന്വേഷിക്കുന്നില്ല. പരീക്ഷ എഴുതില്ലെങ്കിലും പാസ്സാവുന്ന വിശ്വാസവും നിനക്കുണ്ട്. നിന്റെ അപ്പച്ചന്റെ കയ്യിൽ പണമുണ്ടല്ലോ. ജെയിംസേ, നിന്നെ ശകാരിക്കാനും ശിക്ഷിക്കാനും ഞാൻ തയ്യാറല്ല. നീ ഇന്ന് വളർന്നു കഴിഞ്ഞു. എടാ, ജെയിംസ് ജോർജ് തോമസ് ജോർജിന്റെ മകൻ അല്ലായിരുന്നെങ്കിൽ നീ ഇന്ന് എവിടെ എത്തുമെന്നറിയാമോ? സെൻട്രൽ ജയിലിൽ. ഒരു വക്കീലായി നീ സമ്പാദിക്കാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. തോമസ് ജോർജിന്റെ മകൻ ഒരു വക്കീലാണെന്ന് പറയാനുള്ള ആഗ്രഹം മാത്രം. നിനക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതനുഭവിക്കാനുള്ള യോഗം കൂടി നിനക്കുണ്ടായിരിക്കണം. വന്ന് കേറിയ ഉടനെ അവനെ വഴക്ക് പറയാൻ തുടങ്ങിയോ? തല്ലി വളർത്തേണ്ട പ്രായം കഴിഞ്ഞില്ലേ? അവന് തീരെ സുഖമില്ല, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. സുഖക്കേണ്ടേ? കാരണം എന്താ അന്വേഷിക്കാതിരുന്നത്? മോനെ, നീ ഒന്നും എല്ലാം കഴിക്കും. വാ. ഉരുട്ടി വായു വെച്ചു കൊടുക്ക്. നീയാണ് ഇവനെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടം വാങ്ങി കൊടുക്കാറുണ്ട്. നീ ഇവന് കളിക്കാൻ കൊടുത്തിരുന്നത് 100 രൂപ നോട്ടുകളാണ്. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഭരിക്കുന്നതിന് മുമ്പ് നിന്നെ ആരും തല്ലിക്കൊല്ലരുത്.
നിനക്കെന്തു പറ്റി? നീ എന്തോ ഒന്നും മിണ്ടാത്തത്? എടി പിന്നെ കാര്യം പറയാൻ. ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. അതെന്തുകൊണ്ടാന്നാ ചോദിച്ചത്. എനിക്കിനി പഠിക്കണ്ട. ചേച്ചിയേക്കാൾ വലിയ അനിയത്തിയായല്ലോ, ഇനി ഉപദേശിക്കാൻ കഴിയൂ? സരിതേ, ഞാൻ എന്തായി കേൾക്കുന്നത്? സത്യമാണോ? ശരി, സത്യമാണോന്ന്? എന്താന്നേ? എന്താടി ഒന്നും മിണ്ടാത്തത്? നിന്നെ നാ ഇറങ്ങിപ്പോയോ? അമ്മ കാര്യം പറ. ഇവളെ ഇന്ന് ഞാൻ കൊല്ലും. അമ്മേ, അമ്മേ, മാറി. എടീ, കണ്ട ക്രിസ്ത്യാനി പിള്ളേരെ അവിടെ വെട്ടി നടക്കാനാണ് ഞങ്ങൾ വളരെ കഷ്ടപ്പെടുന്നത്. പോടി, പോയി ചാടി. ഇങ്ങനെ ഒരെണ്ണം ജീവനോടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. മരുന്നതൊക്കെ അനുഭവിക്കാനല്ലാതെ പിന്നെ എന്ത് ചെയ്യാന്? ഇന്നത്തോടെ എന്റെ പഠിത്തം അവസാനിച്ചു. തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല്. എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. മോനെ, മോനെ, അതാ, ഏം, മോനെ, കഥ തുറക്കടാ. കഥ തുറക്ക് മോനെ. അമ്മച്ചിയാണ്. കഥ കഥ തുറക്ക് മോനെ. മോനെ, ഏം, ഏം, അമ്മച്ചിയാണ് വിളിക്കുന്നത്. ഇല്ല, കഥ തുറക്കാൻ. വാതില് തുറക്ക് മോനെ. തുറക്ക് മോനെ. ഏം, മോനെ, മോനെ, വാതില് കഥ തുറക്ക് തുറക്ക് മോനെ. മോനെ, കഥ തുറക്ക് മോനെ. ഏം, വാതില് തുറക്ക് മോനെ. മോൻ ഇച്ചിരി കുടിക്കേ. വേണ്ട ഡാഡി, ഇനി കുടിച്ചാ എനിക്ക് കണ്ണു കാണില്ല. മോന്റെ അടുത്ത് ഡാഡിയല്ലേ ഇരിക്കുന്നത്, കഴിക്കേ. ഡാഡി കള്ളു കുടിക്കുന്ന പാവമാണോ? എന്ന് ആര് പറഞ്ഞു? മേനോൻ അങ്കിൾ. എന്നാലേ മേനോന് പാവമായിരിക്കും, ക്രിസ്ത്യാനിക്കല്ല. മോൻ ഇച്ചിരി കുടിച്ചു. ഇതിന്റെ പാവമൊക്കെ ഡാഡി തീർത്തോളാം. കഴിക്കേ. ആത്മഹത്യ ചെയ്ത് കാണുമെന്ന് വിചാരിച്ചു അല്ലേ? അതിന് കാരണക്കാരനായി നിങ്ങളോട് പറയാതെ ഞാനിത് ചെയ്യില്ല. ഈ ആ സമയത്ത് ഞാനിവിടെ വന്ന എന്തിനെന്നറിയാമോ? നിങ്ങളുടെ ക്രൂര വിനോദത്തിലെ അവസാനത്തെ സ്ത്രീ ഞാനായിരിക്കണമെന്ന് അപേക്ഷിക്കാൻ. ജെയിംസ്, ഈ ലോകത്ത് ആര് ജനിച്ചാലും മരിച്ചാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. നിങ്ങൾ വളർന്ന അത്തരത്തിലാണ്, നിങ്ങൾ വളർത്തിയ രീതിയിലാണ്. നാളത്തെ സൂര്യോദയം എന്നെ കണ്ടെന്ന് വരില്ല. എന്നെങ്കിലും നിങ്ങളൊരു മനുഷ്യനാകൂ. നിങ്ങളുടെ അമ്മ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കൂ. നിങ്ങൾക്കറിയാമോ, എന്റെ കുടുംബം വളരെ ചെറിയതാണ്. എനിക്ക് വേണ്ടി വിവാഹം പോലും ഉപേക്ഷിച്ച് വിങ്ങൾപ്പൊട്ടുന്ന ചേച്ചി, ഉറക്കം മറന്ന് രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മ, അവരുടെ ഹൃദയത്തിൽ തീക്കൊള്ളി കൊണ്ടല്ലേ നിങ്ങൾ കുത്തിയത്?
നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും പരിശ്രമിച്ചു നോക്കൂ. സരിതേ, അല്പം വൈകിപ്പോയെന്ന് തോന്നുന്നു. ഞാനിത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്റെ എന്ന് പറയാൻ എനിക്കൊരു മകനുണ്ടാകുമായിരുന്നു. മോളെ, ഞങ്ങളെ വിചാരിച്ചെങ്കിലും നീ അവനോട് ക്ഷമിക്ക്. എടാ, ഇവളുടെ കാൽ ചുവട്ടിലെ മണ്ണിന്റെ വില പോലും ഇല്ലാത്തതാണ് നീ. ചോദിക്ക്, ഇവളുടെ കാലൊഴിച്ച് മാപ്പി ചോദിക്ക്. സരിതേ, ഞാൻ ഒന്നും പറയണ്ട. ഇനിയുള്ള നിങ്ങളുടെ താണ്ഡവം എന്റെ ശവത്തിലാവട്ടെ. എന്റെ ശവത്തിന്മേൽ നിങ്ങൾ പോസ്റ്റർ ഒട്ടിക്കൂ. കരയാതെ മോളെ, നിനക്ക് ചേച്ചിയില്ല. ചേച്ചി ചുമച്ച് തുപ്പുന്നത് വരെ നീ വിഷമിക്കുന്നു. നിന്റെ സ്വഭാവം എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നത്. ആ, അമ്മ ഉണരുന്നതിന് മുൻപ് നമുക്കങ്ങ് ചെല്ലാം. സാറേ, അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലുള്ള മക്കൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കൂ. അഥവാ ഉണ്ടായാൽ ആ നിമിഷം തന്നെ കഴുത്ത് നിരിച്ച് കൊന്നു കളയണം.